Ladies and gentlemen, this is Adarsh and welcome to my comedy. കുഞ്ചാക്കോ ബോബൻ കുബോ അണ്ണൻ അണ്ണന്റെ ഒരു വിഷുഗുണ്ട് വിഷുവിന് തിയേറ്റർ റിലീസ് ചെയ്ത പടമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. പക്ഷെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ പടം വിഷുഗുണ്ടായി മാറി. ഇപ്പൊ OTT വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ വൺ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. കുബോ അണ്ണൻ, ദിലീഷ് പോത്തൻ, അംബാൻ, സജിൻ ഗോപു, പിന്നെ ഗണപതിയുടെ ഏട്ടൻ മുരുകൻ അല്ല ആക്ടർ ഗണപതിയുടെ ഏട്ടൻ ഡയറക്ടർ ചിദംബരം. വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടം ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടതാണ്. കാരണം ഞാൻ നോക്കുമ്പോ അണ്ണന്റെ ഒരു ഭാഗമായിരുന്നു 2 തവണ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന പടം പേട്രിയറ്റ്. പിന്നെ നോക്കണ 1 മാസം ഡിഫറൻസിലാണ് ഈ 2 പടം ഇറങ്ങിയിരിക്കുന്നത്. രണ്ടും പെട്ട സാധനമായിരുന്നു. പേട്രിയറ്റിൽ പിന്നെ അണ്ണന്റെ ക്യാരക്ടർ പറയണ്ടല്ലോ, നാട്ടുകാർക്ക് എങ്ങനെ അവിഹിതം നടത്താം എന്ന ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ ഒരു ക്യാരക്ടർ. ഞാൻ ശരിക്കും വിചാരിച്ചത് ദർശന അങ്ങേര് പെണ്ടാട്ടിയാണെന്നാണ്. എന്നിട്ടാണ് ഇങ്ങനെ കണ്ണീര് ഒലിപ്പിക്കണെന്ന്. ഇതിന്റെ ഒരു അവിഹിതത്തിന്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കൂടി വെക്കായിരുന്നു. മിക്കവാറും അടുത്ത പടത്തിൽ ഉണ്ടാവും വിചാരിക്കുന്നു. ഭയങ്കര നന്ദിയുണ്ട് എങ്ങനെ അവിഹിതം നടത്തണമെന്ന് ക്ലാസ് എടുത്ത് തന്നതിന്. സോ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടുകൊണ്ട് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ ആദ്യമൊക്കെ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഒരു ഫീൽ ഗുഡ് വൈബ്. ആൻഡ് കുഞ്ചാക്കോ ബോബൻ ഫിനോമിനൽ ആക്ടർ. ഐ റിപ്പീറ്റ്, ഫിനോമിനൽ ആക്ടർ. യജാതി പെർഫോമൻസ്. മറ്റേ പെട്രിയറ്റിലെ പോലെ അവിഹിതവും കുവിഹിതവും ഒന്നല്ല. ഇതാണ് പെർഫോമൻസ്. കിഡു സാധനം. പടം ബിലോ ആവറേജ് ആണ്. പക്ഷെ പടം ബിലോ ആവറേജ് ആണ്. ഇനീഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിനിമ. കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ, ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ, അവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ത് രസമായിരുന്നു. ഏട്ടനോ അനിയനോ എന്ത് രസമായിരുന്നു. അതേപോലെ ആ സമയത്ത് ജാഫർ ഇടുക്കി വരുന്നുണ്ട്, കുറച്ച് തമാശയുണ്ട്. അണ്ണൻ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൊച്ചിന്റെ അടുത്ത് പോകുന്നുണ്ട്, അവിടെ രസമുണ്ട്. സജിൻ ഗോപു ഇവരുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, അവിടെയും രസമുണ്ട്. നല്ല രസത്തിൽ പോയൊരു ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ എന്തൊക്കെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കുത്തിക്കേറ്റി അവസാനം ഒന്നും അല്ലാതാക്കിയ ഒരു പരട്ട സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും. എന്തിന് ഔട്ട് ആൻഡ് ഔട്ട് ഫീൽ ഗുഡ് മൂഡിൽ പോയാ പോരെ. ഇത് എന്തൊക്കെ കുത്തിക്കേറ്റി അവസാനം കൊള്ളാക്കി വിട്ടു. എനിക്ക് ഈ സിനിമയിലെ എല്ലാവരുടെ പെർഫോമൻസ് ഇഷ്ടമായി. എസ്പെഷ്യലി കുഞ്ചാക്കോ ബോബനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അതാണ് നമ്മുടെ ഫിനോമിനൽ ആക്ടർ. യജാതി പെർഫോമൻസ്. ദിലീഷ് പോത്തൻ അടിപൊളിയായിരുന്നു. മറ്റേ ജാഫർ ഇടുക്കിയുടെ ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ ഉണ്ട് ഇതിൽ. പെട്ട സാധനമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സജിൻ ഗോപു അംബാൻ ഇടയ്ക്ക് വന്നിട്ട് ഈ പേ പിടിച്ച പോലെയാണ്. ആ സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ നോർമൽ സീൻസിൽ ഹി വാസ് നൈസ്. എനിക്ക് ആകെ ഒരു മിസ്കാസ്റ്റ് ആയി തോന്നി ചിദംബരത്തിന്റെ ക്യാരക്ടറാണ്. എന്താണ്, ആർമിയാ, നേവിയാ, ഫയർഫോഴ്സാ, അങ്ങനെ എന്തോണ് പേര്. ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നിയില്ല ആ ഒരു ക്യാരക്ടർ. ഇടയ്ക്ക് ഒരു വേട്ടാവളിയനെ പോലെ തോന്നും. അതായത് ഒന്നിനും കൊള്ളാത്തൊരു സാധനമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറായി തോന്നും. ഇടയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നും. എനിക്ക് ആളുടെ ക്യാരക്ടർ ഒട്ടും വർക്ക് ആയില്ല. അതൊക്കെ ചിലപ്പോൾ സജിൻ ഗോപു ചെയ്തെന്ന് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നി. എന്നാലും സെക്കൻഡ് ഹാഫ് ഒക്കെ വൻ ചോകൻ സാധനമാണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നവും പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ അയ്യേന്നാ തോന്നിയത്. പിന്നെ അത് സ്വപ്നമാണ് മനസ്സിലാക്കിയപ്പോൾ രസം തോന്നി. സോ നമ്മുടെ കുബോ ആള് മറ്റേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആണ്. ആളുടെ ഏട്ടനാണ് ദിലീഷ് പോത്തൻ. ആള് മെന്റലി അൺസ്റ്റേബിൾ ആണ്, എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല. ഇവര് തമ്മിലുള്ള ബോണ്ടിങ്ങും അതേപോലെ ആ ഇനീഷ്യലി നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, ആ കൊച്ചായിട്ടുള്ള മൊമെന്റ്സ്. ഈ തൊലിഞ്ഞ റൊമാൻസ് അല്ല, സട്ടിലായിട്ടുള്ള നൈസ് സാധനം. ജാഫർ ഇടുക്കിയുടെ കുറച്ച് ഡാർക്ക് ഹ്യൂമർ, കുറച്ച് കോമാളിത്തരങ്ങള്, ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് സീൻസ്, എല്ലാം രസവും ഉണ്ടായിരുന്നു. സജിൻ ഗോപുവിന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അങ്ങനെ രസത്തിൽ പോയതാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഏതാ നമ്പ്യാരാ, ഏതൊരു അലവലാതി ഉണ്ട്, ഈ മറ്റേ സ്ഥലമൊക്കെ അയാളുടെ പേരിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ രസമായിരുന്നേ. ഈ ചിദംബരം ഒരു തോക്കും പിടിച്ചിട്ട് വന്ന് തോക്കും തപ്പി വരുന്നുണ്ട്, അവിടുന്ന് അങ്ങോട്ട് പോയി. എനിക്ക് ആ ഒരു ക്യാരക്ടറെ വർക്ക് ആയിട്ടില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സാധനം കൊണ്ടുവരണം, അങ്ങനെ ഞാൻ ഈ സിനിമ എൻഡ് ചെയ്യുള്ളൂ, എനിക്ക് കുറച്ച് പൊളിറ്റിക്സ് പറയണം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫീൽ ഗുഡ് പടം എടുത്തിട്ടുണ്ട് വെച്ചാൽ നല്ല രസമായിരുന്നു. ഇത് ഇന്നാലും തിയേറ്ററിൽ ക്ലിക്കായിട്ടൊന്നും ഉണ്ടാവില്ല. OTTക്ക് ഡയറക്റ്റ് ആയി റിലീസ് ആക്കാവുന്ന ഒരു പടം, അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൽ സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ് ആയതുകൊണ്ട് പടത്തിന്റെ ഗ്രാഫ് തന്നെ താഴത്തോട്ട് പോയി.
സോ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, എനിക്കറിയില്ല. ചിലർക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ് വിത്ത് സം കുഞ്ചാക്കോ ബോബന്റെ ഫിനോമിനൽ പെർഫോമൻസ്. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു വാണ്ട്.